എന്നിട്ട് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മാറി. ഒരു കാര്യം ചെയ്യാം, AC ഉള്ള എവിടെയെങ്കിലും എങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാം, പൈസ സിനിമയ്ക്ക് കൊണ്ട് സിനിമയ്ക്ക് പോകാനാ. ഇന്ന് തന്നെ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും നല്ല നോക്കിയപ്പോ എടാ അങ്ങനെ നോക്കാൻ ഇന്ന് കഴിഞ്ഞാലേ 3 ഇന്ന് ഇറങ്ങി, 3 അടിപൊളിയാന്നാ പറഞ്ഞത്. നമുക്കേ ആരെങ്കിലും കണ്ട അവരോട് അഭിപ്രായം ചോദിക്കാം. ഈ യൂട്യൂബ് റിവ്യൂസ് ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അമാരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് പറഞ്ഞ വരവാണ്. സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അമ്മ ചോദിച്ചാലും പിന്നെ അവരോട് ചോദിക്കാം. ഹായ് ഗൈസ്, സിനിമയൊക്കെ കണ്ടെന്നറിഞ്ഞോ? എങ്ങനെയുണ്ട്? അല്ലെ സിനിമ പോകണം, ഇന്ന് പോകണം. ഇന്ന് പോകാനാണോ? എനിക്ക് തോന്നണല്ലേ ഇന്ന് ടിക്കറ്റ് ഇട്ടു പോവാ. നല്ല റിവ്യൂ. പടം കാണാൻ വേണ്ടെന്നുള്ളത് പിന്നെ തീരുമാനിക്കും. നീ അത് സിനിമ എങ്ങനെ ഉണ്ടെന്നോ? അല്ലെ പടം കൊള്ളാം. വിനീത് ശ്രീനിവാസന്റെ ഒരു നല്ല സിനിമ. വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ഒരു പടം. അത് മാത്രമല്ല അളിയാ, പടം മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്. ആംബിയൻസ് തന്നെയാണ് മെയിൻ. ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവർ ആ വിഷ്വൽ നല്ല രീതിക്ക് വിഷ്വൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മറ്റ് സിനിമകളൊക്കെ കാണുന്ന പോലെ ചുമ്മാ വിഗൊക്കെ വെച്ചിട്ട് മിക്ക നീശയെ കുടിച്ച് ആ ഒരു പരിപാടി ഒന്നുമല്ല. വിഷ്വലിയൊക്കെ നല്ല രീതിയിൽ ആ ഒരു പഴയ കാലഘട്ടം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ BGM, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വിനീത് ശ്രീനിവാസന്റെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കും. അത് അതേപടി ഈ ഹൃദയത്തിലുള്ളതുപോലെ ഇതിലും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല പ്രാധാന്യം കൊടുത്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ബാലൻസിൽ നമ്മൾ നല്ല രീതിക്ക് ബോറടിക്കാതെ പിടിച്ചിരിക്കും. പിന്നെ എല്ലാവരും നല്ല മാന്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീരമല്ല, എല്ലാവരും നല്ല മാന്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആംബിയൻസ് പിടിച്ച് നമുക്ക് അങ്ങനെ നമ്മൾ ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ധ്യാനും പ്രണവും നല്ല മികച്ച രീതിയിലാണ് അഭിനയിച്ചത്. പ്രത്യേകിച്ച് അവർ ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രം രണ്ടുപേരും നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള അഭിനയമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം നന്നായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടിങ്ങിലും അവർ ഈക്വൽ ആണ്, ക്യാരക്ടറും അവർ ഈക്വൽ ആണ്. ഇപ്പൊ രണ്ടുപേരുടെയും ജീവിതത്തിൽ കൂടെ പോകുന്ന ഒരു കഥയും പരിപാടിയൊക്കെയാണ്. എങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ കഥയിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്തും പ്രണവ് മോഹൻലാലിനാണ് സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും. അപ്പൊ അതങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. മൊത്തത്തിൽ രണ്ടുപേരും സിനിമയിൽ ഈക്വൽ ആണ്, ക്യാരക്ടറും ആക്ടിങ്ങും. നിവിൻ പോളി എങ്ങനെയുണ്ട് പടത്തില്? കൊള്ളാവോ? അളിയാ നിവിൻ പോളിയാണ് പടത്തിൽ സ്റ്റീലർ ആയിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമയിലേക്ക് ഒരു ഇളക്കമാണ് നിവിൻ പോളിനകത്ത്. പക്ഷെ ലവ് ആക്ഷൻ ഡ്രാമയിലുള്ളതുപോലെ ചളി പരിപാടി ഒന്നുമല്ല. കാണിച്ച പരിപാടി എല്ലാം നല്ല കോമഡി സാധനമായിരുന്നു, നല്ല എങ്ങനെ സാധനമായിരുന്നു. നിവിൻ പോളി പറഞ്ഞത് ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിവിൻ പോളി വരും. അവിടെ മുതൽ നിവിൻ പോളിയുടെ അവസാന സീനുകളിൽ വേറൊരു വൈബായിരുന്നു സിനിമ. അല്ലെ എനിക്ക് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വിനീത് ശ്രീനിവാസൻ ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് ഫ്രീഡത്തിൽ മൊത്തത്തിൽ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു. ഫാമിലി കൂടെ ആണോ യൂത്ത് ആണോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ? ഫാമിലിക്കും യൂത്തിനും കാണാൻ പറ്റിയ സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ 3 കാര്യങ്ങൾ: ഫ്രണ്ട്ഷിപ്പ്, സിനിമ, സംഗീതം. ഇത് 3നെയും പശ്ചാത്തലപ്പെടുത്തിയിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ പറ്റുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി. ഞാൻ പറഞ്ഞത് ഭയങ്കര ഡീസന്റ് ആയിട്ട് നല്ല ആംബിയൻസിൽ എടുത്തിട്ടുള്ളത് കൊണ്ടും എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥയായതുകൊണ്ടും എല്ലാവരും മാന്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടും തന്നെ നല്ലൊരു സിനിമയാണ്. ധൈര്യമായിട്ട് പോയി കാണാം. ബേസിൽ ജോസഫും നീരജ് മാധവനും വന്നവനും പോലും എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 300 സിനിമ